അമ്പലം ടിക്ക് നമ്മുടെ ദേവിയുടെ പ്രതിഷ്ഠാ ദിനമാണ്. സോ ഞാൻ ആക്ടർ ഇന്ത്യൻ ജയറാം അവൻ കുറച്ച് അത് പരിപ്രതിഷ്ഠ ദിന പഞ്ചവാദ്യം കൊട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ചപ്പാത്തി നമുക്ക് കഴിക്കാം. താങ്ക് യു. നോക്കൂ ഗൈസ്, എന്റെ ഇവിടെ മസാല ഇതിന്റെ ചോറ് അത് കുറച്ച് ടേസ്റ്റ് ആയിരുന്നു. അമ്മ ഇന്നൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് അങ്ങനെ വേറെ ദിവസം നമ്മൾ പോകുമ്പോൾ അങ്ങനെ നമുക്ക് തരക്കില്ല. നമ്മൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ രാവിലെയാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനലിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ആക്ച്വലി നമ്മുടെ ദേവി ഡേ, നമ്മുടെ തിരുവാനിക്കാവ് അമ്പലത്തേക്ക് നമ്മുടെ ദേവി ഡേ പ്രതിഷ്ഠാ ദിനമാണ്. സോ ഞാനമ്മ അവിടെ പോവും. നമ്മുടെ അമ്പലത്തേക്ക് നല്ല പരിപാടി ഉണ്ട്, പ്രതിഷ്ഠാ ദിനം ആഘോഷമൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യാൻ പോന്നെ. സോ നിങ്ങളുടെ ഫുള്ള് വീഡിയോ നോക്കൂ. സോ ഇപ്പോൾ ഞാൻ സജിൽ സെനലുണ്ട്, അവർക്ക് ജോലിയുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ടിഫിൻ ഉണ്ടാക്കാം. കാരണം അവർക്ക് കുറച്ച് ലഞ്ച് നമുക്ക് കൊടുക്കണമെന്നാ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ ചപ്പാത്തി, പിന്നെ ഏതാ കറി ഞാൻ നോക്കാം, അതൊക്കെ ഉണ്ടാക്കാം ഞാൻ. പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. ഞാനമ്മ പോവും. നല്ല പരിപാടിയുണ്ട്. സോ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. നമ്മുടെ കുട്ടൂസ് എൻറ്റി വന്നു. കുട്ടൂസ് ഞാനപ്പോ ഗേറ്റ് മീൻസ് വാതിൽ തുറന്നിട്ട് ഇവിടെ വന്നു. സോ അവൻ കൂടി വാതിൽ തുറന്നിട്ട് എൻറ്റി വന്നു. മ്യാവ് മ്യാവ്. നമ്മുടെ കുട്ടീസ് എന്താ ചെയ്യുന്നേ? മ്യാവ്. ഹലോ പറയ് സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് പറയ്. പിന്നെ ഗായ്സ് നോക്കൂ, ഇന്നത്തെ ബ്യൂട്ടിഫുൾ മോർണിംഗ് ആണ്. താങ്ക് യു. ശരി ശരി ശരി, ഉറങ്ങിപ്പോ. മ്യാവ് മ്യാവ് മ്യാവ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഞാനിപ്പോൾ കുറച്ച് മീൻസ് ചോറ് പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചോറ് വെക്കാം. പിന്നെ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. പെട്ടെന്ന് നമ്മൾ ചോറ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോകുന്നത്. നമ്മുടെ റേഷൻ്റെ പച്ചരി ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് കുറച്ച് ഞാൻ സജിൽ സെനലിക്ക് ഇന്ത്യൻ സ്റ്റൈൽ ഫ്രൈഡ് റൈസ് കൊടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തക്കാളി കറി ഉണ്ടാക്കാം. അതുകൂടി ഞാൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് സൈഡ് ഡിഷായിട്ട്. പിന്നെ അത് നമുക്കെന്നാൽ ചോറ്, പിന്നെ അത് മീൻസ് ഫ്രൈഡ് റൈസ് കൂടി കഴിക്കാം, കുറച്ച് നല്ല ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തി കൂടി നമുക്ക് ആവും ഒരു ഉപ്പേരി. സോ അത് വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ട് വീട്ടിൽ, അതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഡെയിലി ഉണ്ടാവും. സോ ഇപ്പോൾ നമുക്കെന്നാൽ വേഗമായിട്ട് ഉണ്ടാക്കാം, തുടങ്ങാം. സോ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നൈസായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ അരി, ഇത് റേഷൻ്റെ പച്ചരിയാണ്. ഞാൻ വേഗമായിട്ട് അത് വാഷ് ചെയ്തു. എനിക്ക് അത് ഞാൻ മറന്നുപോയി, ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. സോ അത് വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ഞാനിത് സാധാരണയായിട്ട് ഇത് റേഷൻ്റെ ആണ്. സോ അത് വേണ്ടിയിട്ട് ഞാനിത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തു സാധാ വെള്ളമിനെ. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂട് വെള്ളം അങ്ങനെ കുറച്ച് 2-3 പ്രാവശ്യം അങ്ങനെ എടുത്തന്നെ വാഷ് ചെയ്യാം. പിന്നെ കുറച്ച് അങ്ങനെ ചെയ്യണം. സോ ചിലപ്പോൾ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും ചൂട് വെള്ളമിന്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് അരി ഞാൻ ചോറ് പാത്രത്തിലേക്ക് വെക്കാം. ആക്ച്വലി ഇന്ന് ഞാൻ ഇത് പച്ചരി ഉണ്ടാക്കുന്ന കാരണം ഇത് 10 മിനിറ്റിനെ ആവും നമ്മുടെ പച്ചരി. നമ്മുടെ പുൽക്കുലരി മാത്രമേ പുൽക്കുലരിക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ എനിക്ക് ശരിക്കും പറയുമ്പോൾ എനിക്ക് പച്ചരിയുടെ എനിക്ക് അങ്ങനെ ഫ്രൈഡ് റൈസ് അതൊക്കെ ഇഷ്ടമാണ്. സോ അത് വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ അത് കൂടി ടേസ്റ്റ് ആവും അതിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ വെക്കാം. ഹൈ ഫ്ലെയിമിൽ കുറച്ച് വെക്കാം, പെട്ടെന്ന് ബോയിൽ വരാൻ വേണ്ടിയിട്ട്.
ആ ഇത് ആക്ച്വലി ഞാൻ ഡിഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ ഇപ്പോൾ ഇത് വെള്ളം നമുക്ക് കല്ലിട്ട് എടുക്കാം. അത് ഡിഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളം വരും അത് പിന്നെ ഞാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറന്നു പോവും ഞാൻ, പിന്നെ നമ്മുടെ പനിക്ക് കൂടുതലാവും, അത് വേണ്ടിട്ടാ. സോ ഇപ്പോ ഇത് ഞാൻ അവിടെ വെക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആവും വെള്ളം. പിന്നെ ഞാൻ കുറച്ച് ഫ്രിഡ്ജ് ആക്ച്വലി വൃത്തിയാക്കാൻ വിചാരിച്ചു, അത് വേണ്ടിട്ടാ ഞാൻ ഡിഫ്രോസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നാക്കിയിട്ട് എടുക്കാം. കുറച്ച് നമുക്ക് ചോറുക്ക് വേണ്ടിയിട്ടാ, പിന്നെ കുറച്ച് നമ്മുടെ കറി സൈഡ് ഡിഷിക്ക് വേണ്ടിയിട്ടാ. ഇപ്പോൾ അത് ഫുൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. സോ നോക്കൂ ഗൈസ്, എൻ്റെ ഇവിടെ മസാല ചോറ് മീൻസ് സാധാ ഇന്ത്യൻ ഫ്രൈഡ് റൈസ് ആയിട്ട്, പിന്നെ ഇവിടെ ഞാൻ സൈഡ് ഡിഷ് റെഡി ആക്കി. ഇപ്പൊ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നമുക്ക് ടെസ്റ്റി ആയിട്ട് കാണുന്നുണ്ട് രണ്ട്. ഇവിടെ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനമ്മ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇരിക്കും, പിന്നെ നമുക്ക് പോവാം അമ്പലത്തേക്ക്. ഇവിടെ കട്ടൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ചൂട് ചപ്പാത്തി നമുക്ക് കഴിക്കാം. പിന്നെ ചായയിലേക്ക് നമ്മുടെ ബോയിൽ വന്നു. നമുക്ക് ചായ എടുക്കാം ഇപ്പോ കപ്പിലേക്ക്. സോ ഫ്രണ്ട്സ്, ഇപ്പോ ഞാൻ അമ്മ ഇറങ്ങിയാണ്. നമുക്ക് അമ്പലത്തേക്ക് പോയിട്ട് വരാം വേഗമായിട്ട്. കൊട്ടയ്ക്ക് തുടങ്ങി, നമുക്ക് അത് കൊട്ടയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് പോവാം വേഗമായിട്ട്. കുറച്ച് നേരം ഉണ്ടാവും കൊട്ട്. നമുക്ക് പോയിട്ട് നോക്കാം. അത് നമ്മുടെ അമ്പലം ഉണ്ട്. ഇവിടെ പുള്ളിപ്പറം ഉണ്ടായിരുന്നു അതൊക്കെ നോക്കും. ഇപ്പൊ പൂരം വന്നു അതിനുശേഷം അത് എന്താ പറയണേ വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ പോയി നമ്മള് മീൻസ് ഗ്രൗണ്ട് ആക്കി ഇവിടെ. നമുക്ക് അമ്പലത്തേക്ക് പോവാം.
സോ ഇപ്പോൾ നമ്മുടെ ദർശൻ ചെയ്തു, പിന്നെ കൊട്ട കണ്ടു. ഇപ്പം നമുക്ക് വീട്ടിൽ പോവാം. നോക്കൂ, ഇത് നമ്മുടെ ഷോർട്ട് കട്ട് വഴിയാണ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് ഇതിന് മുന്നേ അതായിണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ പൂരം വന്നു, അത് വേണ്ടിട്ട് ഇത് ഫുള്ള് അങ്ങനെ ഗ്രൗണ്ട് മാത്രമേ ആയിണ്ട്. സോ വീട്ടിൽ എത്തി നമ്മുടെ ഞാൻ ക്യാമറയിലേക്ക് കണ്ടു, പിന്നെ അങ്ങനെ കണ്ടു കുറച്ച് എന്തൊക്കെ ചെയ്യുന്നേ നീ? ഓ സീറ്റ് ഉണ്ടാക്കുന്ന കാരാ. ഇവിടെ നമ്മുടെ കുഞ്ഞി നോക്കൂ ഗൈസ്, രംഗിയാണ്, സ്ലീപ്പിംഗ് മോഡാണ് അവൻ. നോക്കൂ. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്ല, കുറച്ച് കൂടുതൽ നേരെ ആയിണ്ട്. ആക്ച്വലി നമ്മുടെ അത് കൊട്ട കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെയിൻ. ഞാൻ നമ്മ പെട്ടെന്ന് പോയി പിന്നെ നമ്മുടെ വന്നു. കാരണം വീട്ടിൽ കുറച്ച് പനി ഉണ്ടായിരുന്നു. നമ്മുടെ അങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് കുളിച്ചിട്ട് പോയി നമ്മുടെ അമ്പലത്തേക്ക്. പിന്നെ നമ്മുടെ ഇവിടെ ആക്ടർ ഉണ്ട് ജയറാം, അവൻ കുറച്ച് അത് प्रतिष्ठा दिनम की എന്താ പഞ്ചവാദ്യം പഞ്ചവാദ്യം ചെയ്യാം കൊട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. സോ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ അങ്ങ് ഫുൾ അങ്ങനെ മുകളിൽ ക്യാമറ എടുത്ത് അതൊക്കെ റെക്കോർഡ് ചെയ്തു. കുറച്ചൊക്കെ ഷോർട്സ് ആയിണ്ട്. നിങ്ങളുടെ ശരിയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആയിട്ട് നിങ്ങളുടെ കാണും ആക്ടർ ജയറാം. സോ അതാണ്. സോ ഇപ്പൊ നമ്മുടെ വീട്ടിലെത്തി. ഇപ്പൊ സോ ഗൈസ്, ഇപ്പൊ ഞാൻ അമ്മ കൂടെ ഇരിക്കുകയാണ് പുറത്ത്. ഞങ്ങൾ ആക്ച്വലി നമ്മൾ കണ്ടിട്ട് വന്നു അമ്മ പ്രതിഷ്ഠാ ദിനത്തേക്ക് കൊട്ട് അതൊക്കെ നമ്മുടെ പിന്നെ നമ്മുടെ അമ്പലത്തേക്ക് പോയി കുറച്ച് ദർശൻ ചെയ്തു ദേവിക്ക്. നമ്മുടെ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. സോ നമുക്ക് അങ്ങനെ വേറെ ദിവസം നമ്മൾ പോകുമ്പോ അങ്ങനെ നമുക്ക് തിരക്കില്ല. സോ നമ്മുടെ കുറച്ച് നേരം അവിടെ എന്താ പറയണേ നിക്കട്ട് കുറച്ച് പൂജ ചെയ്യും. പിന്നെ എന്താ പറയണേ പെട്ടെന്ന് ഒരു ക്യൂ ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ക്യൂവിന് നമ്മൾ അങ്ങനെ പോയി അമ്മ തൊഴാൻ പറ്റി. സോ അതൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഇപ്പൊ ഞാൻ അമ്മ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ അത് പ്രതിഷ്ഠാ ദിനം കണ്ടു. നമ്മള് ഇപ്പോ നമ്മുടെ വീട്ടിലാണ്, പുറത്തിരിക്കുകയാണ്. കുറച്ച് നല്ല കാറ്റുണ്ട്. ഞാൻ പറയുമ്പോ കാറ്റ് നിർത്തി. സോ നമ്മുടെ അമ്പലത്തേക്ക് ആക്ച്വലി സദ്യയൊക്കെ ഉണ്ട്. ഇന്ന് പ്രതിഷ്ഠാ ദിനമാണ്. പക്ഷെ നമ്മുടെ അത് വെയിറ്റ് ചെയ്യില്ല, കാരണം കൂടുതൽ തിരക്കുണ്ട്. നമ്മ നമ്മുടെ തിരുവാണിക്കോ അമ്പലം ഫുൾ ഫേമസ് അമ്പലമാണ്. ഇത് വേണ്ടിട്ടാ കൂടുതൽ തിരക്കുണ്ടാവും. സോ ഞാനമ്മ അങ്ങനെ വന്നു. പിന്നെ നമ്മുടെ ഇപ്പോ ചോറു ആയിണ്ട്. ഞാനമ്മ കഴിച്ചു. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം കുറച്ച് അമ്മ. പിന്നെ നമ്മുടെ നാളെ നമ്മുടെ എന്താണ് കാവിൽക്കൂട. നമ്മുടെ 4 കാവിൽക്കൂടാണ്. നാളത്തേക്ക് നമ്മുടെ പൂരം തുടങ്ങും അമ്മ. അത് ഒരു സൈനാണ്. അത് നമ്മുടെ വെച്ച് കാവിൽക്കൂട കാവിൽക്കൂട അതൊക്കെ നാളെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത് രാവിലെ ഉണ്ടാവും. സോ നമുക്ക് അത് കാണിക്കാം. ആ സമയത്ത് നമുക്ക് കാണിക്കാം നിങ്ങൾക്ക്. ഞാൻ ആക്ച്വലി ഈ വീക്കിനാ നമ്മുടെ കുറച്ച് ബിസി ആയിണ്ടാവും, കാരണം നമ്മുടെ പൂരം ഉണ്ടേനാ വീട്ടില് കുറച്ച് പണി ഉണ്ടാവും. സോ അത് വേണ്ടിട്ടാ കുറച്ച് ചിലപ്പോ അങ്ങനെ വീഡിയോസ് മിസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറച്ച് മനസ്സിലാക്കുന്ന അമ്മ കുറച്ച് നമ്മുടെ ബിസിയാണ്. സോ എനിക്ക് സമയം കിട്ടില്ല. അത് വേണ്ടിട്ടാ എനിക്ക് അത് കുറച്ച് ഇടാൻ പറ്റില്ല വീഡിയോസ്. സോ നിങ്ങൾ അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ, എല്ലാം കൂടിയിട്ട് അങ്ങനെ ഇടാം. മീൻസ് നിങ്ങൾക്ക് ഞാൻ പറയണേ, കാരണം ചിലപ്പോ നിങ്ങളുടെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിക്കണ്ടെങ്കിൽ സോ അത് വേണ്ടിട്ടാ. സോ കുറച്ചൊക്കെ ബിസിയാണ് നമ്മുടെ ഈ ആഴ്ച. പക്ഷെ പിന്നെ നമ്മുടെ പൂരം ഈ ഫ്രൈഡേ വെള്ളിയാഴ്ച
ഫ്രൈഡേ പുറപ്പാട്. വെള്ളിയാഴ്ച നമ്മുടെ പരപ്പരപ്പാട് ഉണ്ട്. പിന്നെ ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ പൂരം 20-ാം തീയതി തോന്നുന്നു. 20-ാം തീയതി. പിന്നെ പരപ്പരപ്പാട് തുടങ്ങിയിട്ട് നമ്മുടെ അമ്പലത്തേക്ക് വൈകുന്നേരം പനി മീൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും. അമ്മ ഒരു ദിവസം ഒരു പ്രോഗ്രാം, ഒരു ദിവസം ഒരു അങ്ങനെ 5 ദിവസം പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇവിടെ എക്സിബിഷൻ കൂടി ഉണ്ട്. എക്സിബിഷനിക്ക് കുറച്ച് എന്താ പറയുക പാട്ടൊക്കെ ഉണ്ടാവും അമ്മ. അത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഈ കൊല്ലം എങ്ങനെയാണ് അറിയില്ല. ഈ കൊല്ലം ഉണ്ട് അറിയില്ല നമുക്ക്. പിന്നെ അതൊക്കെ ഉണ്ട് നമ്മുടെ. അത് ഒരു എന്റർടൈൻമെന്റ് ആണ്, എൻജോയ്മെന്റ് ആണ് അമ്മ. സെലിബ്രേഷൻ ആണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം നമ്മുടെ പൂരം വരും. സോ അങ്ങനെയുണ്ട്. പിന്നെ ദേവി നമ്മുടെ വീട്ടിൽ വരും. പിന്നെ ദേവി ഇവിടെ നമ്മുടെ ദേവി വീട്ടില് വരും. നമ്മുടെ പരാക്കെ വെക്കും. അതൊക്കെ ഉണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്യാം, നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. അമ്മ ആ ദിവസം നമുക്ക് ഷെയർ ചെയ്യാം, റെക്കോർഡ് ചെയ്തിട്ട് വെക്കാം. ഞാൻ ആ ദിവസം ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഇടാം. അമ്മ മച്ചാട് മാമംഗം പൂരം എങ്ങനെയാണ് അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. പിന്നെ നാളെ നമ്മുടെ ഒരു പൂരത്തേക്ക് പോകണം അമ്മ, വെള്ളിമാട്. അത് ഇവിടെ അടുത്ത് വടക്കാഞ്ചേരിയിലെ ഒരു പൂരമാണ്. വടക്കാഞ്ചേരി അവിടെയാണ് പൂരം. വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര അമ്പലം എന്ന് പറയും. അവിടെയാണ് പൂരം. ഇരട്ടക്കുളങ്ങര അതെ അമ്പലത്തേക്ക് പൂരമുണ്ട്. സോ ആനപ്പൂരമുണ്ട്. അതെ ചെറിയ പൂരം. ചെറിയ പൂരം. സോ ഞാൻ അമ്മ പോകുന്നുണ്ട് അവിടെ. വെള്ളിമാരുടെ വീട്ടിൽ നമ്മൾ പോവും. പിന്നെ അതൊക്കെ പൂരം നമ്മുടെ ആ ദിവസം കുറച്ച് കണ്ടിട്ട് വരും. സോ അത് കൂടി ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം അമ്മ. സോ നിങ്ങളുടെ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ്. പിന്നെ ഇപ്പൊ ഞാൻ ചോറുണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട് ചോറ്. അത് കുറച്ച് ടേസ്റ്റ് ആയി അമ്മ. ഇന്നെ ടേസ്റ്റ് ആയി. അത് കുറച്ച് ഉണ്ടാക്കുമ്പോ അത് ടേസ്റ്റ് ആവും. കൂടുതൽ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോ എത്ര ടേസ്റ്റ് ആവില്ല. പക്ഷെ കുറച്ച് ഉണ്ടാക്കുമ്പോ അത് ടേസ്റ്റ് ആവും. പിന്നെ കുറച്ച് ചപ്പാത്തി കൂടുതൽ നമ്മുടെ ഉണ്ടാക്കി. കാരണം നമ്മുടെ ഫസ്റ്റ് വിചാരിച്ചിട്ട് അവിടെ കഴിക്കാം, അമ്പലത്തേക്ക് സദ്യ കഴിക്കാം. പക്ഷെ കൂടുതൽ തിരക്കാൻ നമ്മൾ കണ്ടു. സോ അത് നമ്മുടെ പോയിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് വിശക്കായി. വീട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചു. നല്ല തിരക്കുണ്ട്. അത് പിന്നെ നമ്മുടെ ആക്ടർ ജയറാം വന്നു. സോ അതൊക്കെ വേണ്ടിട്ടാ കൂടുതൽ തിരക്കുണ്ട് കാണാൻ വേണ്ടിട്ട് ആക്ടർക്ക്. ഞാൻ അങ്ങനെ പോയിട്ട് അങ്ങനെ വീഡിയോസ് റെക്കോർഡ് ചെയ്ത്. പിന്നെ ഒരു അത് ഫ്രണ്ടില് അത് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ കൂടുതൽ തിരക്കുണ്ട് ജയറാംക്ക് ആകെ. അവിടെ ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ ബാക്കിൽ ഒന്നും തിരക്കില്ല. പക്ഷെ തിരക്കുണ്ട്. നമുക്ക് ഉള്ളിൽ പോവാൻ പറ്റില്ല, കാരണം ആൾക്കാർക്ക് നിക്കാണ്. പിന്നെ നമുക്ക് അങ്ങനെ പോയിട്ട് നോക്കും. പിന്നെ അവിടെ ആളുടെ അവിടെ പിന്നെ ക്ലിയർ ആയി കാണില്ല. പക്ഷെ എന്താ പറയണേ, നമുക്ക് അങ്ങനെ ശാന്തിയായിട്ട് കുറച്ച് അവിടെ നിക്കട്ടെ കണ്ടു നമ്മുടെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അതുണ്ട്. വീഡിയോ കണ്ടു ഞങ്ങള്. വീഡിയോസിലേക്ക് ശരിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് തല മാത്രം കാണും, ക്രൗഡ് മാത്രം കാണും. അതായത് നമ്മുടെ അങ്ങനെ കുറച്ച് കൈ നമ്മുടെ ഇടുമ്പോ അത് കുറച്ച് നമുക്ക് എന്താ പറയണേ ഊച്ച ഹോജായേഗാ. സോ മുകളിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ അങ്ങനെ കണ്ടു, അങ്ങനെ ശരിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ അമ്പലത്തിൽ കുറച്ച് പണിക്ക് നടക്കുന്നുണ്ട്. റിനോവേഷൻ കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട്. അത് വേണ്ടിട്ട് കുറച്ചങ്ങനെ കൺസ്ട്രക്ഷൻ ആയിട്ട് മീൻസ് റിനോവേഷൻ അങ്ങനെ ആയിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല. പൂരം കഴിഞ്ഞു ഇല്ല, കുറച്ച് സമയം എടുക്കും. പൂരം കഴിഞ്ഞിട്ട് കഴിയാറോ, കാരണം അത് बनाके हो गया, लेकिन सीमेंट प्लास्टर ചെയ്യാൻ കുറെ വർക്ക് ഉണ്ട്. സോ അതായിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് വിചാരിച്ചിട്ട് അത് പൂരത്തിന് ആവും, പക്ഷെ ആയിട്ടില്ല, ആവില്ല.
പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പൂരം പോയിട്ട് നോക്കാം. ഗോപുരംക്ക് അവിടെ കെട്ടിട്ടുണ്ട്, അത് ഞാൻ പൂരമിന്റെ ദിവസം കാണിച്ചു തരാം. അത് നമ്മുടെ രാത്രി പോകുമ്പോ നല്ല ലൈറ്റിംഗ് ചെയ്തിട്ട് വെക്കുന്ന നല്ല ഭംഗിയായിട്ട് കാണും നമുക്കത്. ഗോപുരം കംപ്ലീറ്റ് ആയി ഇന്നെ ഇടുവായിരുന്നു ചിലപ്പോൾ. 4 തുടങ്ങും. 4 അതാണ് ഇന്നെ ആക്ച്വലി 2 4 അത് കാരണം ഇത് തല ദിവസം വന്നു. അല്ല, ഫസ്റ്റ് നാള് കഴിഞ്ഞു, അത് എപ്പോഴോ ജനുവരിയിൽ തന്നെ കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തെ നാളേക്ക് സെലിബ്രേറ്റ് ചെയ്യാനാ. രണ്ടാമത്തെ അങ്ങനെ ഒരു നാള് വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാം. നാളെ അങ്ങനെ ഫസ്റ്റ് നാൾ എടുക്കും, രണ്ടാമത്തെ നാൾ. അത് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അറിയാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ 4 നോക്കുന്നുണ്ട് ബർത്ത്ഡേക്ക്. നമ്മുടെ നാള് വന്ന ഒരു മാസത്തിൽ 2 നാൾ വന്നാ ഫസ്റ്റ് എടുക്കില്ല, സെക്കൻഡ് എടുക്കുള്ളൂ. സെക്കൻഡ് എടുക്കും. അത് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാനത് കണ്ടു, 4 നോക്കണേ. ഇവൾക്കറിയാതെ അവിടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുന്നത്. ഇവിടെ നമ്മള് നാളും നോക്കുമല്ലോ, നാളും നോക്കും ഡേറ്റും നോക്കും ഇവിടെ. അപ്പൊ നാളാണ് മിക്ക വീട്ടിലും ആഘോഷിക്കുക. മുംബൈയിലൊക്കെ അങ്ങനെയല്ല, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് ആഘോഷിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയണ്ടാവില്ല നാളെ. അതെ അതൊക്കെ ഉണ്ട്. നമ്മുടെ രാശിക്ക് നോക്കും, പക്ഷെ 4 അങ്ങനെയൊക്കെ നമുക്ക് അത് സംഭവം വരില്ല. 4ക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് നക്ഷത്ര പറയണേ. സോ അത് ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു. സോ പിന്നെ എന്റെ അമ്മ അച്ഛൻ അവിടെ നോക്കി ഉണ്ട്. സോ അതാണ്. സോ ഇപ്പൊ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം. ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, മീൻസ് കുക്കിംഗ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. നമ്മുടെ വ്ളോഗായിട്ട് വീഡിയോ ആയി. നമ്മൾ അങ്ങനെ പോയി, നമ്മൾ അവിടെ പരിപാടി ഉണ്ടായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്തു, ഷെയർ ചെയ്തു. പിന്നെ എങ്ങനെയായിട്ട് എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂണ അമ്മ, കമന്റ് ചെയ്യൂ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, ടാറ്റാ.